നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നടന്നുവന്ന CPM അഞ്ചൽ ഏരിയ സമ്മേളനത്തിന് പൊതുസമ്മേളനത്തോടെ സമാപനമായി. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി ഏരൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റെഡ് വാളണ്ടിയർ മാർച്ചിലും പ്രകടനത്തിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. ആലഞ്ചേരിയിൽ സമാപിച്ച റെഡ് വാളണ്ടിയർ മാർച്ചിനെ ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ അഭിവാദ്യം ചെയ്തു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം ഏരിയ സെക്രട്ടറി D വിശ്വസേനന്റെ അധ്യക്ഷതയിൽ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി അംഗങ്ങൾ ജനങ്ങൾക്ക് മാതൃകാപരമായി പ്രവർത്തിക്കണം. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജനങ്ങളോട് പ്രതിബദ്ധത പുലർത്തുന്നതിൽ മാതൃകയാകണം. തെറ്റുകൾ തിരുത്തുവാനും ദൗർബല്യങ്ങൾ പരിഹരിക്കുവാനും നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുമുള്ള ദൃഢനിശ്ചയത്തോടെയാണ് സമ്മേളന നടപടികൾ അവസാനിച്ചതെന്നും TP രാമകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. BJP തീവ്ര ഹിന്ദുത്വ നിലപാടിന്റെ ഭാഗമാണ്. കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാടിന്റെ ഭാഗമാണ്. കോൺഗ്രസും BJPയും ഒരേ സാമ്പത്തിക നയത്തിന്റെ വക്താക്കളാണ്. ഒരു നാണയത്തിന്റെ 2 വശം എന്ന് പറയുന്നത് പോലെ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസും BJPയും തമ്മിൽ വ്യത്യാസമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഇന്ത്യയിലെ തൊഴിലാളി വർഗമാകെ ഇന്ന് പോരാട്ടത്തിന്റെ വേദിയിലാണ്. കൃഷിക്കാർ സമരങ്ങളുടെ വേദിയിലാണ്. ഇക്കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പ് ഈ വർഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പ് 2019 BJPക്ക് നേടിയ സീറ്റ് നിലനിർത്താനായില്ലല്ലോ. കോൺഗ്രസിന് പ്രതീക്ഷിച്ച സീറ്റിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല. BJP സീറ്റ് എങ്ങനെ കുറഞ്ഞു? രാജ്യവ്യാപകമായ അലയടിച്ചു വരുന്ന കർഷക പ്രക്ഷോഭം. ഇതൊരു മലയോര മേഖലയല്ലേ? റബ്ബർ, നാളികേരം, ഏലം, കാപ്പി, തേയില, ഇവിടെയാണെങ്കിൽ നേതാക്കളായ S ജയമോഹൻ, K ബാബു പണിക്കർ, VS സതീഷ്, T അജയൻ, G പ്രമോദ്, സുജാ ചന്ദ്രബാബു, രഞ്ജു സുരേഷ്, P ലൈല ബീവി, ഓമന മുരളി, C അംബികാകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ട്രൂത്ത് വിഷൻ ന്യൂസ്, അഞ്ചൽ. അനുഭാവികളും ബന്ധുക്കളും ഉൾപ്പെടെ ആകാലവൃദ്ധം ജനങ്ങൾ പങ്കെടുക്കുന്ന വൻപിച്ച ബഹുജന റാലി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്.